നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മാലദ്വീപിൽ ഗുരുതര രോഗാവസ്ഥയിലായിരുന്ന 14 വയസ്സുകാരൻ മരിച്ച സംഭവത്തിൽ പ്രസിഡന്റ് മുഹമ്മദ് മുയിസുവിനെതിരെ രൂക്ഷ വിമർശനം. ഇന്ത്യയുടെ ഡോർണിയർ വിമാനം എയർലിഫ്റ്റിനായി ഉപയോഗിക്കുന്നത് വിലക്കിയതിന് പിന്നാലെ മാലദ്വീപിൽ 14 വയസ്സുകാരൻ മരിച്ചിരുന്നു. പ്രസിഡന്റ് മുഹമ്മദ് മുയിസുവാണ് ഇന്ത്യൻ സൈന്യത്തിന്റെ വിമാനം ഉപയോഗിക്കുന്നതിനുള്ള അനുമതി നിഷേധിച്ചത്. ബ്രെയിൻ ട്യൂമറിനെ തുടർന്ന് സ്ട്രോക്ക് ബാധിച്ച കുട്ടിയെ കാഫ് അലീഫ് വില്ലിംഗിലെ വീട്ടിൽ നിന്ന് തലസ്ഥാന നഗരമായ മാലിയിലേക്ക് കൊണ്ടുപോകാനാണ് കുടുംബം എയർ ആംബുലൻസ് ആവശ്യപ്പെട്ടത്. എന്നാൽ അടിയന്തരമായി കുട്ടിയെ എയർലിഫ്റ്റ് ചെയ്യാനുള്ള നടപടി ക്രമീകരിക്കുന്നതിൽ അധികൃതർ പരാജയപ്പെടുകയായിരുന്നു. എന്നാൽ അഭ്യർത്ഥന ലഭിച്ച് 16 മണിക്കൂറുകൾ പിന്നിട്ടപ്പോൾ ഏവിയേഷൻ അധികൃതർ നടപടികളെടുത്തു. വില്ലിംഗ്ടൺ ദ്വീപിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് മാലിയിലെ ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ ആശുപത്രിയിലേക്ക് ഏറെ വൈകി ചാർട്ടേഡ് വിമാനത്തിൽ കുട്ടി എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. മാലിദ്വീപ് മാധ്യമങ്ങളാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. ദ്വീപിലെ മന്ത്രിമാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് നടത്തിയ അപകീർത്തികരമായ പരാമർശങ്ങളെ തുടർന്ന് ഇന്ത്യയും മാലദ്വീപും തമ്മിലുള്ള നയതന്ത്ര ബന്ധം വഷളായ സമയത്താണ് ഈ സംഭവവികാസം. മസ്തിഷ്കാഘാതം ഉണ്ടായ ഉടൻ തന്നെ കുട്ടിയെ മാലിയിൽ എത്തിക്കാൻ ഞങ്ങൾ അയർലാൻഡ് ഏവിയേഷനെ വിളിച്ചെങ്കിലും അവർ മറുപടി നൽകിയില്ല. വ്യാഴാഴ്ച രാവിലെ 8:30 അവർ ഫോൺ അറ്റൻഡ് ചെയ്തു. അത്തരം കേസുകൾക്ക് എയർ ആംബുലൻസ് ഉറപ്പാക്കുക എന്നതാണ് ഏക പരിഹാരം, മാലദ്വീപ് മാധ്യമമായ അദാദു റിപ്പോർട്ട് ചെയ്തു. ഒടുവിൽ കുടുംബം ആവശ്യപ്പെട്ട് 16 മണിക്കൂറിന് ശേഷമാണ് കുട്ടിയെ മാലിയിൽ എത്തിച്ചത്. അഭ്യർത്ഥനയ്ക്ക് ശേഷം ഉടൻ തന്നെ എയർലിഫ്റ്റ് ചെയ്യാനുള്ള നടപടികൾ ആരംഭിച്ചു. എന്നാൽ നിർഭാഗ്യവശാൽ അവസാന നിമിഷ വിമാനത്തിലെ സാങ്കേതിക തകരാർ കാരണം ആസൂത്രണം ചെയ്തതുപോലെ വഴിതിരിച്ചുവിടാൻ നടന്നില്ല. എയർലിഫ്റ്റ് ചെയ്യാനുള്ള അപേക്ഷ സ്വീകരിച്ച ആസന്ത കമ്പനി ലിമിറ്റഡ് പ്രസ്താവനയിൽ പറഞ്ഞു. സംഭവത്തിന് പിന്നാലെ ജനപ്രതിനിധികളടക്കം സർക്കാരിനെതിരെ രംഗത്തെത്തി. ഇന്ത്യയോടുള്ള പ്രസിഡന്റിന്റെ വിരോധം തൃപ്തിപ്പെടുത്താൻ ആളുകൾ അവരുടെ ജീവൻ പണയം വെക്കേണ്ടതില്ല. കുട്ടിയുടെ മരണത്തെക്കുറിച്ച് പ്രതികരിച്ച മാലിദ്വീപ് MP മിക്കേൽ നസീം പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ലക്ഷദ്വീപ് സന്ദർശനത്തിന് പിന്നാലെ മാലദ്വീപ് മന്ത്രിമാർ നടത്തിയ വിവാദ പരാമർശങ്ങൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം വഷളാക്കിയിരുന്നു. അതേസമയം മാലദ്വീപിൽ വിന്യസിച്ചിരിക്കുന്ന സൈനിക ഉദ്യോഗസ്ഥരുടെ കാര്യത്തിൽ പരിഹാരം കണ്ടെത്താൻ ഇന്ത്യ പരിശ്രമിക്കുകയാണെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. മാലദ്വീപിലെ ഉന്നതതല ഇന്ത്യ മാലദ്വീപ് കോർ ഗ്രൂപ്പിന്റെ ആദ്യ യോഗത്തിനിടയിലാണ് ഈ പ്രഖ്യാപനം. പ്രസിഡന്റ് മുഹമ്മദ് മുയിസുവിന്റെ നേതൃത്വത്തിലുള്ള മാലദ്വീപ് സർക്കാർ മാർച്ച് 15 വരെ ഇന്ത്യൻ സൈനികരെ പിൻവലിക്കാൻ സാവകാശം നൽകിയിരുന്നു. എന്നാൽ പ്രധാനമായും മാനുഷിക സഹായത്തിനും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കും ഉപയോഗിക്കുന്ന 2 നൂതന ലൈറ്റ് ഹെലികോപ്റ്ററുകളുടെയും മാലദ്വീപിന് ഇന്ത്യ നൽകിയ ഒരു ഡോർണിയർ വിമാനത്തിന്റെയും പ്രവർത്തനത്തിന് ഈ ഉദ്യോഗസ്ഥർ അത്യന്താപേക്ഷിതമാണ്. നേരത്തെ മുയിസു നടത്തിയ ചൈന സന്ദർശനവും മാർച്ച് 15 സമയപരിധി നിശ്ചയിച്ച ഗവൺമെന്റിന്റെ നിർബന്ധവും സ്ഥിതി കൂടുതൽ സങ്കീർണമാക്കിയിരുന്നു. ചരിത്രപരമായി ആവശ്യ സാധനങ്ങളും സഹായങ്ങളും നൽകിക്കൊണ്ട് ഇന്ത്യ മാലദ്വീപുമായി ശക്തമായ ബന്ധം നിലനിർത്തിയിട്ടുണ്ട്. ഈ സാഹചര്യം നിലനിൽക്കെയാണ് ഇന്ത്യയുടെ സൈനികരെ പിൻവലിക്കാനുള്ള അന്ത്യശാസനം വന്നത്. ചൈനയോട് ചായ്വ് പ്രകടിപ്പിക്കുന്ന മുയിസു വിമാനം പ്രവർത്തിപ്പിക്കുന്നവരുൾപ്പെടെയുള്ള എല്ലാ ഇന്ത്യൻ സൈനികരെയും പിൻവലിക്കണമെന്നാണ് ആവശ്യപ്പെട്ടത്. കഴിഞ്ഞ വർഷം ദുബായിൽ നടന്ന COP28 ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി മുയിസു നടത്തിയ കൂടിക്കാഴ്ചയിലും ഈ വിഷയം ഉയർന്നു വന്നു. ഇന്ത്യ നൽകുന്ന വിമാനത്തിന്റെ ഭാവി ഓപ്പറേഷൻ സംബന്ധിച്ച് ഇന്ത്യ മാലദ്വീപ് ഉദ്യോഗസ്ഥർ ചർച്ച നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ ഇന്ത്യൻ ഉദ്യോഗസ്ഥർ 500-ലധികം മെഡിക്കൽ ഒഴിപ്പിക്കലുകളും നിരവധി സമുദ്ര സുരക്ഷാ ദൌത്യങ്ങളും നടത്തിയെന്നതും ശ്രദ്ധേയമാണ്.